കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ അമേഠി റായ്ബറേലി സീറ്റുകൾ ചർച്ച ചെയ്യില്ല. ഇരുമണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2 ദിവസത്തിനകം ഉണ്ടാകും. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. നിതിൻ, കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം കഴിഞ്ഞോ? ഈ റായ്ബറേലി അമേഠി കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരു തീരുമാനം എടുക്കട്ടെ, ഇന്ന് അത് ചർച്ച ചെയ്യേണ്ട എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയെന്നാണല്ലോ ഒടുവിൽ വരുന്ന വിവരങ്ങൾ. മറ്റെന്തൊക്കെ വിശദാംശങ്ങൾ ലഭ്യമാണ് ഈ ഘട്ടത്തിൽ? വിജുമാർ, നിലവിലിപ്പോഴും കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം പുരോഗമിക്കുന്നുണ്ട്. AICC ആസ്ഥാനം നടക്കുന്ന യോഗത്തിൽ പഞ്ചാബിലെ ശേഷിക്കുന്ന സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനമെടുക്കും. അതേസമയം തന്നെ അമേഠി റായ്ബറേലി സീറ്റുകളെ സംബന്ധിച്ചൊരു പ്രത്യേക ചർച്ച ഇന്നുണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാനത്തെ ചുമതലയുള്ള AICC നേതൃത്വവും അതോടൊപ്പം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളും കൂടാതെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ നേതാക്കളുമായി നേരത്തെ തന്നെ അമേഠി റായ്ബറേലി സീറ്റുകളിൽ ചർച്ച നടന്നിരുന്നു. ഇതിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ നേതൃത്വം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേഠി റായ്ബറേലി തുടങ്ങിയ ഈ സീറ്റുകളിൽ ഒരുപക്ഷെ പ്രഖ്യാപനം നാളെയോ മറ്റന്നാളോ കൂടി തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഒരു പ്രത്യേക ചർച്ചയുണ്ടാകില്ല. നമുക്കറിയാം, 5ാം ഘട്ടത്തിൽ മെയ് 20-നാണ് അമേഠി റായ്ബറേലി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ്. ഒരാഴ്ചക്കകം തന്നെ, ഏതാണ്ട് 6 ദിവസത്തിനകം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ പ്രഖ്യാപനമുണ്ടാകും. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ഇത് പ്രതീക്ഷിക്കാം. നമുക്കറിയാം, അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യം നേതൃത്വ ഭാഗത്ത് തന്നെ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് ഉത്തർപ്രദേശ് ഘടകം. കൂടാതെ റായ്ബറേലിയിലും സമാനമായി തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ പേര് തന്നെയാണ് ഉയർന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നേതൃത്വം ഇപ്പോഴും സമ്മർദ്ദം ശക്തമാക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന ആവശ്യം തന്നെയാണ് ഉയർത്തുന്നത്. കാരണം അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വലിയ തിരിച്ചടി ഉണ്ടാകും. കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട ഘട്ടത്തിൽ ഇത്തവണ ആ മണ്ഡലത്തിൽ നിന്നും ഒളിച്ചോടുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുമെന്നൊരു കാര്യമാണ് ഇപ്പോൾ നേതൃത്വത്തിന് മുമ്പാകെ തന്നെ സംസ്ഥാന ഘടകങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ പേര് തന്നെയാണ് ഇപ്പോഴും ഉയർന്നു വന്നിരിക്കുന്നത്. അതോടൊപ്പം ചില ഫോർമുല മുന്നോട്ട് വെച്ചിരിക്കുന്നത് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയും അമേഠിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കട്ടെ എന്ന ചില ഫോർമുലയും ചില നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇരു മണ്ഡലങ്ങളുടെയും കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തീരുമാനം സ്വീകരിക്കട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോടുകൂടി തന്നെ ഇരു മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഈ രണ്ടുപേരും, അതായത് രാഹുലും പ്രിയങ്കയും അവിടെ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു സസ്പെൻസ് നിലനിർത്തുന്നത് എന്തിനായിരിക്കും കോൺഗ്രസ്? മറ്റെന്തെങ്കിലും സമാന്തര നീക്കങ്ങൾ നടത്താൻ വേണ്ടിയാകുമോ ഈ തീരുമാനം? ഇന്നിപ്പോൾ പഞ്ചാബ് അടക്കമുള്ള ശേഷിക്കുന്ന ചില സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നുണ്ട്. നേരത്തെ നിതിൻ തന്നെ സൂചിപ്പിച്ചതുപോലെ അമേഠിയിലും റായ്ബറേലിയിലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് സമയമാകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ തീരുമാനം ഇങ്ങനെ വൈകിപ്പിക്കുന്നത്? വിജയകുമാർ, കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന മണ്ഡലങ്ങളാണ് അമേഠിയും റായ്ബറേലിയും. ആ ഒരു മണ്ഡലങ്ങളിൽ എന്തുകൊണ്ട് കോൺഗ്രസ് ഇത്രയും വൈകി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു എന്നൊരു ചോദ്യം നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിലെ ചില നേതാക്കൾ ഉന്നയിച്ചിരുന്നു. അതൃപ്തിയും ഒരു നേതാക്കൾ ഉന്നയിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു പശ്ചാത്തലത്തിൽ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് നേതൃത്വം ഭാഗത്തിന്റെ ചില നേതാക്കൾ മുന്നോട്ട് വെച്ച ആവശ്യം. പക്ഷേ ഇതിൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തീരുമാനം സ്വീകരിക്കട്ടെ എന്ന നിലപാടാണ് തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായി തന്നെ ഉത്തർപ്രദേശ് PCCയുടെ സമ്മർദ്ദം ശക്തമായി തന്നെ ഇരു നേതാക്കളുടെയും പേരിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനിടയിൽ റോബർട്ട് വാദ്രെ അമേഠിയിൽ മത്സരം താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. അതൊരു ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം തലവേദനയായിരുന്നു. പക്ഷേ അപ്പോഴും AIC നേതൃത്വം സ്വീകരിച്ചത് രാഹുൽ ഗാന്ധിയുടെ പേര് എന്ന നിലയിൽ തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇരു നേതാക്കളും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ തീരുമാനം സ്വീകരിക്കട്ടെ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വൈകാതെ പ്രഖ്യാപനം ഉണ്ടാകും. വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ഇതിൽ തീരുമാനം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വൈകൽ എന്നൊരു വിശദീകരണമാണ് ഇതിൽ നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് നേരത്തെ KC വേണുഗോപാൽ വ്യക്തമാക്കിയിരുന്നു അധികം വൈകാതെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളത്. അതുകൊണ്ട് വിശദമായ ചർച്ചകൾക്ക് ശേഷം ഇരു നേതാക്കളും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതിൽ നിലപാട് സ്വീകരിക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. യെസ്, കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം തുടരുകയാണ്. അമേഠി റായ്ബറേലി സീറ്റുകൾ ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകില്ല. ഈ മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്നതിൽ അവർ തന്നെ തീരുമാനമെടുക്കും എന്നാണ് AICC നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇവിടെ പ്രഖ്യാപനം 1-2 ദിവസത്തിനകം ഉണ്ടാകും. പഞ്ചാബ് ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിലെ ശേഷിക്കുന്ന സീറ്റുകൾ സംബന്ധിച്ചുള്ള തീരുമാനം ഇന്നത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.